Second section, inverse of a function. Inverse of a function. നിങ്ങൾക്കറിയാം, consider a function s is equal to f of t. Consider a function s is equal to f of t. F of t is equal to 4t square, that is 0 less than or equal to t less than or equal to 30. That is t-യുടെ വാല്യൂ 0ക്കും 30നും ഇടയിൽ വരത്തക്ക രീതിയിൽ s is equal to 4t square, that is f of t is equal to 4t square. This is a function. ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 0 to 30 ആണ്, പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് വെച്ചാൽ, ദെൻ ഇതാണ് ഗ്രാഫ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. എസ് ഇസ് ഈക്വൽ ടു 4t സ്ക്വയർ. ഇവിടെ എസിൻ്റെ വാല്യൂസ് 0 to 30 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 4t സ്ക്വയർ. അപ്പോൾ 0 to ഇവിടം വരെ 4 into t സ്ക്വയർ, അപ്പോൾ 3600 വരെ എടുത്തിട്ടുണ്ട്. അതിവിടെ മാപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരാബോളയുടെ ഭാഗമാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ XY ആക്സിസിലുള്ള. അപ്പോൾ ഇതാണ് s is equal to 4t സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷനിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും t is equal to 1/2 root s എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ t is equal to a function of s that is equal to 1/2 root s എന്ന് വിളിക്കാം. ദെൻ ഇതിനപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫംഗ്ഷൻ g of s എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ അപ്പോൾ എന്തായിരിക്കും? എസിൻ്റെ വാല്യൂസ്. എസിൻ്റെ വാല്യൂസ് കഴിഞ്ഞ ഫംഗ്ഷനിൽ ഞാൻ പറഞ്ഞു, എസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ 0 to 30 ആണെങ്കിൽ എസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0 to 3600 വരെയാണ്. അപ്പോൾ ഇവിടെ ജി ഓഫ് എസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എസിൻ്റെ വാല്യൂസ് ആയിരിക്കും. അത് 0 to 3600 വരെ ആയിരിക്കും. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന ടിയുടെ വാല്യൂ ആണ്. ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 30 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് എസ്. അപ്പോൾ ജി ഓഫ് എസിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/2 root s എന്നുള്ള ഗ്രാഫാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ 0 to 3600, ഇവിടെ 0 to 30, എന്നിട്ട് ഈ ഗ്രാഫ് വരുമ്പോൾ അതിൻ്റെ നേരെ തിരിച്ചായിരിക്കും. 1/2 root s എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ടി സ്ക്വയർ ഈക്വൽ ടു 1/4 s എന്നുള്ള രൂപത്തിലാണ്. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള പരാബോളയുടെ XY ആക്സിസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ തിരിച്ചായിരിക്കും ഈ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇവിടെ എഫും ജിയും രണ്ട് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഇത് എസ് 4t സ്ക്വയർ, ദെൻ ദിസ് ഈസ് എഫ് ഓഫ് ടി, ദിസ് ഈസ് ജി ഓഫ് എസ്. ഇത് രണ്ടും ഇതിൻ്റെ ഡൊമൈൻ, ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ ജി ഓഫ് എസിൻ്റെ റേഞ്ച് ആയിട്ട് വരും. അതുപോലെ ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് ജി ഓഫ് എസിൻ്റെ ഡൊമൈനായിട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ജിനും എസിനും ഞാൻ ആ ഗ്രാഫ് കാണിച്ചു തന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വാല്യൂസ് ഉള്ളത്? ദ ഡൊമൈൻ ഓഫ് ജി ഈസ് ദ റേഞ്ച് ഓഫ് എഫ്. അപ്പോൾ ജിയുടെ ഡൊമൈൻ ഇതാണ്. ഇത് ജിയുടെ ഡൊമൈൻ. ഇതെന്ന് പറയുന്നത് ടിയുടെ എന്താണ്? റേഞ്ചാണ്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് ആണ്. ഫങ്ഷൻ എഫിൻ്റെ റേഞ്ച് എന്ന് പറയുന്നതാണ് ഫങ്ഷൻ ജിയുടെ ഡൊമൈനാകുന്നത്. അത് തിരിച്ചു അതുപോലെ എഫിൻ്റെ ഡൊമൈനാണ് ജിയുടെ റേഞ്ചായിട്ട് വരുന്നത്. അപ്പം നമുക്കിവിടെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ടി നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത് 1/2 root of എഫ് ഓഫ് ടി. This is equal to 1/2 root of 4t square, that is equal to t എന്ന് കിട്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ. അതേപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 of ജി ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into ജി ഓഫ് ടി എന്ന് പറയുന്നത് 1/2 root s സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 1/2 ജി ഓഫ് ടി ആണ്. അപ്പോൾ ഇവിടെ 1/2 root t, ദാറ്റ് ഈസ് ഈക്വൽ ടു root t ദ സ്ക്വയർ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ടി. അപ്പോൾ ഇവിടെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ടി ഈസ് സെയിം ആസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ടി. ബോത്ത് ആർ ടി. അപ്പോൾ നമ്മൾ പറയും ദ ഫങ്ഷൻ എഫും ജിയും
ആർ സെറ്റ് ടു ബി ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ എന്ന് വിളിക്കും. കാരണം ഇവിടെ എഫിൻ്റെ ഡൊമൈൻ ജിയുടെ റേഞ്ച് ആയിരിക്കും, ജിയുടെ ഡൊമൈൻ എഫിൻ്റെ റേഞ്ച് ആയിരിക്കും. അതുപോലെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ ഗ്രാഫ് ഈ ഫംഗ്ഷൻ്റെ എഫിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ പോകുന്ന ഗ്രാഫ്. ഇവിടെ 0 to 30 വരും, 0 to 3600 വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് ജിയുടെ ഗ്രാഫ് എങ്ങനെ നമ്മൾ പറഞ്ഞത്, ഇവിടെ തിരിച്ചായിരിക്കും വരുന്നത്. ഇത് 0 to 3600, ഇവിടെ 0 to 30. അപ്പോൾ ഇത് രണ്ടും ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം എന്താണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളത്. definition, the inverse of a function. അപ്പോൾ ഫംഗ്ഷൻ g is the inverse of f എന്ന് നമ്മൾ പറയണമെങ്കിൽ f of g of x എന്ന് പറയുന്നത് എന്തായിരിക്കണം, x ആയിരിക്കണം, for every x in the domain, and also g of f of x is also equal to x. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. ഓർ ഇതിന് നമുക്ക് പറയാം, ഇഫ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്, ഇഫ് y equal to f of x ആണെങ്കിൽ if and only if x is equal to g of y ആയിരിക്കും. y equal to f of x എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ if and only if x is equal to g of y ആയിരിക്കും. അല്ലെങ്കിൽ g is the inverse of f if f of g of x x ആയിരിക്കും and g of f of x is also x ആയിരിക്കും. This is the definition of inverse of a function. An inverse of f is denoted by f inverse. ഇനി നമ്മളിവിടെ പറയാണ് an example. f of x is equal to x raised to 1 by 3 and g of x is equal to x cube. രണ്ട് ഫങ്ഷൻസ് എടുക്കുന്നു, അവർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ രണ്ടിൻ്റെയും ഡൊമൈനും റേഞ്ചും എന്താണ്, ഡൊമൈനും റേഞ്ചും എഫ് ഓഫ് എക്സ് ഈസ് എക്സ് റേസ് ടു 1 by 3, അതിൻ്റെ ഡൊമൈൻ -∞ to +∞ ആണ്, റേഞ്ചും അത് തന്നെയാണ്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, അതിൻ്റെ ഡൊമൈൻ -∞ to ∞, റേഞ്ചും അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ കോമ്പോസിഷൻ എടുക്കാം, എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും എടുക്കാം. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് g of x the whole raised to 1 by 3. Then what is x cube the whole raised to 1 by 3, that is x. And g composition f of x എടുക്കുമ്പോഴോ g composition f of x is equal to g of f of x that is equal to f of x the whole cube. Then what is f of x, x raised to 1 by 3 the whole cube, that is also equal to x. That means f and g are inverse of each other. ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാഫ് നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. എക്സ് റൈസ് ടു 1 by എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇതിലേക്കൂടി ഇങ്ങനെ വന്നിട്ട് പോകുന്ന ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിവിടെ വളവൊന്നുമില്ല, ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. അതേപോലെ എക്സ് റൈസ് ടു 1 by 3യുടെ ഗ്രാഫ് വരുന്നത്, ദിസ് ഈസ് എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 1 by 3യുടെ ഗ്രാഫ് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിലേ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ y equal to x എന്നുള്ള ലൈൻ എടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് y equal to ഇത് y x, this is y equal to x raised to 1 by 3, this is y equal to x cube, this is the line y equal to x. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഈ y equal to x എന്നുള്ള ലൈനിൻ്റെ മിറർ ഇമേജ് ആയിട്ടാണ് ഈ രണ്ട് ലൈനും വരുന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഇവിടെ ഗ്രാഫിൽ ഇതാണ് നമ്മുടെ എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ്, ഇതിലേ വന്ന് ഇതിലേ പോകും. ഇത് എക്സ് റേസ് ടു 1 by 3യുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഗ്രാഫ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ y equal to x എന്നുള്ള ലൈൻ എടുത്താൽ അതിൻ്റെ മിറർ ഇമേജാണ് ഈ രണ്ട് കർവും വരുന്നത്.